Hello friends, welcome to my YouTube channel Travel with Anil 8154. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ട് വരേണ്ടത് എറണാകുളത്ത് നിന്നും 72 കിലോമീറ്ററും തൊടുപുഴയിൽ നിന്ന് 20ഉം മൂവാറ്റുപുഴയിൽ നിന്ന് 32 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം. പിന്നെ ഈ തൊമ്മൻകുത്തിന് ഒരു കഥയുണ്ട്, ഒരു ഐതിഹ്യമാണ് പറഞ്ഞു വരുന്നത്. ഈ തൊമ്മൻകുത്ത് നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്ന ആ കുത്തിന്റെ മുകളിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിന്റെ മുകളിൽ തോമ്പൻ എന്ന് പറയുന്ന ഒരു ആദിവാസി ചക്കയിടാൻ കയറുകയും ആ ചക്ക ഇടുന്ന സമയത്ത് പുള്ളി താഴെ വീണ് മരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കുത്തിന് തോമ്പൻ കുത്ത് എന്ന് പറയുന്ന ഒരു പേര് വീണത്. പക്ഷെ തോമ്പൻ കുത്ത് പറഞ്ഞ് കാലക്രമേണ അത് തൊമ്മൻകുത്ത് ആയി മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇത് തൊമ്മൻകുത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാണുന്നതാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. ഹാൻഡ് റെയിൽസും കാര്യങ്ങളും കൊടുത്ത് തിരിച്ചിട്ടുണ്ട്. ആരും അങ്ങോട്ട് ഇറങ്ങാനായി ട്രൈ ചെയ്തത് അത്രമാത്രം ഡേഞ്ചർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭംഗിയുള്ളൊരു ഗ്രോട്ടോയും ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്നുണ്ട്. നമ്മൾ ഗേറ്റിലേക്ക് ചെല്ലുകയാണ്. ഗേറ്റ് കിടന്നകത്തേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ഓഫീസുണ്ട്. മുതിർന്നവർക്ക് 40 രൂപയും 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 20 രൂപയുമാണ് ഫീസ്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് ടൈമിംഗ്. പിന്നെ ബാത്റൂം ഫെസിലിറ്റീസൊക്കെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ല. തൊമ്മൻകുത്ത് എന്ന പേര് എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതിൻ്റെ ഒരു രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തോമ്പൻ ചക്ക പറിക്കാൻ കയറുന്നു താഴത്തേക്ക് വീഴുന്നതുമായ ആ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങിങ്ങായിട്ട് ഭയങ്കര വലിയ മരങ്ങൾ കാണാൻ പറ്റും. നമ്മളിങ്ങനെ കാട്ടിലൂടെ നടന്ന് നീങ്ങുമ്പോൾ അങ്ങിങ്ങായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കാട്ടുതീ തടയുക, അതുപോലെ അപായം, പുഴയിൽ ആരും ഇറങ്ങരുത് എന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ പുഴയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. ഇപ്പോൾ വെള്ളം കുറവുള്ള സമയമായതുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് ഇറങ്ങി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം, അതുപോലെ കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ മഴയുള്ള സമയത്ത് അവിടെ ഇറങ്ങാനായിട്ട് യാതൊരു കാരണവശാലും ട്രൈ ചെയ്യരുത്. കാരണം അത്രമാത്രം ഡേഞ്ചറാണ്. വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ലാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങരുത്. അത്ര വലിയ കല്ലുകളാണ് ഇതിനകത്തുള്ളത്. ഒരു കല്ലിൻ്റെ സൈഡിൽ കൂടെ മറ്റൊരു കല്ലിൻ്റെ സൈഡിലേക്ക് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. അവിടെ കല്ലിൻ്റെ ഇടയ്ക്ക് തന്നെ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തേക്ക് ഒരിക്കലും ഇറങ്ങി പോരെന്ന് പറയുന്നത്. കാരണം ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങി നിന്ന് കുളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അപായം അല്ലെങ്കിൽ ഡേഞ്ചർ എന്നൊക്കെ. ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങാനായി ട്രൈ ചെയ്യരുത് മഴയുള്ള സമയങ്ങളിൽ. ഇപ്പോൾ നമുക്ക് മഴയില്ലാത്ത സമയം ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നടപ്പാതയിൽ 2-3 മരത്തിൻ്റെ കഷ്ണങ്ങൾ മുറിച്ച് ഈ ഇരിപ്പിടം പോലെ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം. അത് മരങ്ങൾ മുറിച്ചിട്ടിരുന്നതാണ്. കഴിഞ്ഞ മഴയത്ത് ഒഴുക്കിൽപ്പെട്ട് അത് ഇവിടെ വന്ന് സെറ്റായതാണ്. ഇപ്പോൾ ആൾക്കാരത് ഇരിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഈ സൈഡിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ്. ഇവിടെ ഇറങ്ങി ഫോട്ടോഗ്രാഫിയോ അതുപോലെ തന്നെ വീഡിയോഗ്രാഫിയോ എടുക്കാനോ അതുപോലെ തന്നെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റും. കാരണം ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടും മഴയില്ലാത്തതുകൊണ്ടും ഇവിടെ വളരെ സേഫാണ്. ഈ സമയത്ത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. മഴയുള്ള സമയങ്ങളിൽ ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങരുത്. ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെയും വലിയ വലിയ കല്ലുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും ഈ സമയത്ത് ഇറങ്ങുന്നതിന് കുഴപ്പമില്ല, വെള്ളം കുറവായതുകൊണ്ട് മാത്രം. ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഒരു കാരണവശാലും ഇൻസ്ട്രക്ഷൻസ് തെറ്റിച്ച് പുഴയിലേക്ക് ഇറങ്ങാൻ ട്രൈ ചെയ്യാതിരിക്കുക.
പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ മഴയത്ത് ഒഴുക്കിൽപ്പെട്ട് വന്ന മരങ്ങളാണ് ഈ കാണുന്നതെല്ലാം. കാരണം അത്രമാത്രം ഒഴുക്കുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്രയും വലിയ മരങ്ങൾ ഒഴുക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ ഒരു ചെറിയൊരാളെ എത്രമാത്രം ഈസി ആയിട്ട് ഒഴുക്കി കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് മാത്രം ഇതിനകത്തേക്ക് ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് ട്രൈ ചെയ്യേ പാടില്ല. മഴയുള്ള സമയത്ത് ഇവിടെ ഒന്നും ഈ വെള്ളമൊന്നും അല്ല, 10 ആളി പൊക്കത്തിലായിരിക്കും ഇവിടെ വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വെള്ളത്തിലേക്ക് ഇറങ്ങരുത്, ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ പാർക്കിൽ കാണാം. അതിൻ്റെ താഴെ നിന്ന് വെച്ചാൽ ഒരുപാട് പേര് ഫോട്ടോയും മറ്റേ സേവ് ദ ഡേറ്റിനൊക്കെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കുന്നതാണ്. സൈഡിൽ നിന്ന് ഒരു കാട്ടരുവി ഒഴുകി വരുന്നുണ്ട്. അതിന് മുകളിലൂടെ ക്രോസ് ചെയ്ത് പോകാനായിട്ടൊരു തടി കൊണ്ടുള്ളൊരു പാലവും അതുപോലെ തന്നെ അതിനൊരു ടോപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ ജീർണിച്ച അവസ്ഥയിലാണ് അത് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് 7 നിലക്കുത്ത് എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ്. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഇവിടെ ആരും ഇറങ്ങരുത്, കാരണം ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ള വെള്ളച്ചാട്ടം തന്നെയാണ്. ഇപ്പോൾ ഈ മഴയില്ലാത്ത സമയം ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിന്നൊരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പോലും അവർ സമ്മതിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങോട്ട് ഇറങ്ങാനായിട്ട് സമ്മതിക്കില്ല, ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളതാണ്. ഇതാണ് 7 നിലക്കുത്തിൻ്റെ ഒരു മുകൾ ഭാഗത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിന്ന് കാണാനുള്ള സൗകര്യം, നേരത്തെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഈ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആ കയറി നിൽക്കുന്ന ഭാഗത്തിന്. അവിടെ ആരും കയറി നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ട്രൈ ചെയ്യരുത്. ഇവിടെയും ഇപ്പോൾ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും, കാരണം പറഞ്ഞാൽ വെള്ളം കുറവായതുകൊണ്ട് മാത്രം. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളമുള്ള സമയത്ത് ഒരു കാരണവശാലും ഇങ്ങോട്ട് ഇറങ്ങരുത്, വളരെ ഡേഞ്ചറാണ്. കാരണം ആ പാറയുടെ വലിപ്പം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി, അതിൻ്റെ ഗ്യാപ്പിലൂടെയാണ് വലിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ. കാരണം ഇതിനകത്ത് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പാറയുടെ ഗ്യാപ്പിൽ നിന്ന് മറ്റൊരു പാറയുടെ ഗ്യാപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും വെള്ളത്തിലേക്ക് ഇറങ്ങരുതെന്ന് പറയാനുള്ള കാരണം. സമയത്ത് നമുക്ക് ഇതിലൂടെ ഇറങ്ങാനായിട്ട് പറ്റും, വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ക്ലിയറായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിൻ്റെ, അതായത് ഇത്രയും വെള്ളം ഇല്ലാത്ത സമയത്ത് പോലും ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രമാത്രം ശക്തമായിട്ടാണ് വെള്ളം ഉണ്ടായിട്ടില്ല. അതെ, ഇതിന് കൂടുതൽ മഴയുള്ള സമയത്ത് എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ചോദിച്ചാൽ മനസ്സിലാവും. ആ ഒരു ഗ്യാപ്പിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സാണ്. ഈ വെള്ളം ഇങ്ങനെ ഒഴുകണ കാണാൻ, ഈ പാറക്കല്ലുകൾ ഇതുപോലെ കിടക്കണ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ട്രൈ ചെയ്യരുത്. ശരിക്കും തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഒരു ദൃശ്യ വിരുന്നാണ്. കാരണം നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഒരു കാരണവശാലും ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമല്ല ഇത്. ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം ആനയാടി കുത്ത് എന്നും പറഞ്ഞ് തൊട്ടടുത്ത് തന്നെയുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് അത് ഞാൻ ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രമാത്രം സേഫാണെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൽ ഒരു കാരണവശാലും ഇറങ്ങാനായിട്ട് ട്രൈ ചെയ്യരുത്. കാരണം ആ പാറയുടെ ആ ഒരു കിടപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് എത്രമാത്രം ഡേഞ്ചർ ആണെന്നുള്ള കാര്യം. കാരണം അടിയൊഴുകാണ് ഇത് കൂടുതൽ. മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ വെള്ളം വളരെ ശാന്തമായിരിക്കും മഴയുള്ള സമയങ്ങളിൽ. 40 രൂപ ഫീസ് കൊടുത്ത് എത്താവുന്നതിൻ്റെ മാക്സിമം നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി മുകളിലേക്ക് പോകണമെങ്കിൽ ട്രക്കിങ്ങിൻ്റെ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 5 പേരടങ്ങുന്ന ഒരു ടീമിന് 1500 രൂപയാണ് ഫീസ് വരുന്നത്. ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാകും. അത് കൂടാതെ 3 പേരെ കൂടെ നമുക്ക് ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റും. അവർക്ക് എക്സ്ട്രാ ഫീസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് മടങ്ങുകയാണ്. ഞാൻ ഈ പറഞ്ഞ ഏരിയയാണ് ആദ്യം പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലം. പക്ഷേ ഇപ്പോൾ അവിടെ ആരും കയറി നിൽക്കരുത്, കാരണം അത് നശിച്ചുമട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ താഴത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിൻ്റെ മുകളിലേക്ക് ആരും കയറരുത്. പിന്നെ ഈ സൈഡിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ചെറിയ വെള്ളം, അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വലാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ റിട്ടേൺ പോവുകയാണ്. അല്പം ഫാസ്റ്റായിട്ടാണ് ഞാൻ ഓടിച്ചു വിടുന്നത്. നമ്മളിപ്പോൾ കാട്ടിൽ നിന്ന് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ആരും മറക്കണ്ട. വീണ്ടും കാണുന്നവരെ ശുഭദിനാശംസകൾ.